ഒരുപാട് കാലം 10-20 വർഷങ്ങളായി മൈഗ്രെയിൻ ഉള്ളവരെ കാണാം. ഇതിൽ കുറെ പേര് പല ഡോക്ടേഴ്സിനെയും കണ്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടാകും. എന്നാൽ മൈഗ്രെയിനിന് വലിയ മാറ്റമൊന്നുമില്ല എന്ന് വരുമ്പോൾ ഒന്നില്ലെങ്കിൽ അവര് പെയിൻ കില്ലറോ തലവേദനന്റെ ഏതെങ്കിലും ടാബ്ലറ്റോ കഴിച്ച് തൽക്കാലം ആ പെയിൻ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. കുറെ പേർക്ക് ഈ പെയിൻ മെഡിക്കേഷൻസിന്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് അറിയാം. അതുകൊണ്ട് ഇത്തരം മെഡിസിൻസ് എടുക്കാതെ വേദന സഹിക്കും. തൽക്കാലം പെയിൻ കൺട്രോൾ ചെയ്തതുകൊണ്ടോ വേദന സഹിച്ചത് കൊണ്ടോ മൈഗ്രെയിനിന് പരിഹാരം ഉണ്ടാവില്ല. മൈഗ്രെയിനിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് കണ്ടെത്തി കറക്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് തലവേദനയ്ക്ക് പരിഹാരം ഉണ്ടാവുക. ഇപ്പോ ഹോമിയോപ്പതിയിൽ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് മൈഗ്രെയിൻ വരുന്നത്? മാനസികമോ ശാരീരികമോ ആയ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അസുഖങ്ങളുണ്ടോ, അവർ കഴിക്കുന്ന മരുന്നുകൾ, ജീവിതശൈലിയിലും ആഹാരത്തിലും വന്ന മാറ്റങ്ങൾ, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ മൈഗ്രെയിനുമായി റിലേറ്റ് ചെയ്ത് വരുന്നുണ്ടോ എന്ന് നോക്കി അത് ക്ലിയർ ചെയ്യുന്നതിനുള്ള ചികിത്സയാണ് നൽകുക. അത് മെഡിസിൻസ് മാത്രമല്ല, എക്സസൈസ്, ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ്, ഡയറ്ററി കറക്ഷൻ, ഇങ്ങനെ ഒരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് ആണ് അവിടെ വേണ്ടത്. ഇത് കറക്റ്റായി ഫോളോ ചെയ്യുകയാണെങ്കിൽ മൈഗ്രെയിൻ വരുന്നതും തലവേദനയുടെ ഇന്റൻസിറ്റിയും കുറഞ്ഞു വരും. വർഷങ്ങളായി മൈഗ്രെയിൻ ഉണ്ട്, മരുന്ന് കഴിച്ചിട്ടും പല ചികിത്സ ചെയ്തിട്ടും വലിയ മാറ്റമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അത് ശരിയായി ഡയഗ്നോസ് ചെയ്ത് കറക്റ്റായ ട്രീറ്റ്മെന്റ് ലഭിക്കാത്തതുകൊണ്ടാവാം.